അയ്യോ എല്ലാവർക്കും ആദ്യ രാത്രിയാണേ, എനിക്ക് ആദ്യ രാത്രിയാണ്. എൻ്റെ ഏജൻസിയിൽ നിന്ന് 2 ഗാനമേള ഞാനൊന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്താവോ എന്തോ. ഞാനേ രവി അണ്ണനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ രവി അണ്ണാ, എന്താ അണ്ണാ ഫസ്റ്റ് പരിപാടി തുടങ്ങിയാ? അവിടുത്തെ പ്രോഗ്രാം തുടങ്ങിയാ? ഇല്ല അണ്ണാ, അതൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ അവിടുത്തെ പരിപാടി കാര്യം എന്തായി? ഇവിടുത്തെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി പരിപാടി. അടിപൊളിയല്ലേ? സമാധാനം. ഇപ്പൊ സെക്കൻഡ് പരിപാടിയാ? സെക്കൻഡ് പരിപാടി കൃത്യ സമയത്ത് എത്തിയിരിക്കും മഹേഷേ. നമ്മൾ എത്തിയിരിക്കുമല്ലോ. നിങ്ങൾ വിളിച്ചായിരുന്നു അണ്ണാ? വിളിച്ചിട്ട് എല്ലാം ഓക്കെയാണ്. ഓക്കെ ആണല്ലേ? ഇവിടുത്തെ പ്രോഗ്രാമിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. നിന്റെ പ്രോഗ്രാം അടിപൊളിയാക്ക്. ഓ ശരിയാണ്. താങ്ക് യു. അതൊരു സമാധാനമായി കേട്ടോ. ചേട്ടാ ആ അല്ല, കമ്മലുണ്ട്, മാലയുണ്ട്, പിച്ചിപ്പൂ, സെറ്റ് സാരി, ഗ്ലാസ്, ചെരുപ്പ്. അപ്പൊ എഗ്രിമെന്റ് പ്രകാരമുള്ള എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. പിന്നെ അഡ്വാൻസ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ല, ഒരു സൈൻ ചെയ്യണം കേട്ടോ, എന്നാലേ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടാ എന്തോ ചോദിക്കുന്നേ? അല്ല, ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു സൈൻ ചെയ്തിട്ടോ, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയല്ല. എന്നാ എന്റെ മനസ്സിന് ഉറപ്പ് വരുള്ളൂ, അതുകൊണ്ടാ. ഈ പുലിപ്പാറ ജയകുമാറണ്ണനാണ് ഈ കല്യാണം ഒപ്പിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് എനിക്ക് പെണ്ണ് കിട്ടി കേട്ടാ. എന്നാലും ഒരു വിറയലുണ്ട്. ഈ പുലിപ്പാറ ജയകുമാറണ്ണ ആരാണ്? ബന്ധുവാണോ? എന്റെ അകന്നൊരു ബന്ധുവാ. അകന്ന ബന്ധുവാണല്ലേ? ചുമ്മാ അല്ല ഓഡിറ്റോറിയത്തിൽ ഒന്ന് അകന്നിരുന്നത്. അതെ, പാല് ഏത് ട്രൂപ്പിലായിരുന്നു? ആദ്യത്തെ പ്രോഗ്രാമാണോ? അല്ലല്ല, ആദ്യത്തെ കല്യാണമാണോ? അല്ലല്ല, ഈ സീസണിലെ എത്രാമത്തെ ആദ്യ രാത്രിയാ? ഒരു കാര്യം ഞാൻ പറയാം, നല്ല പരിപാടിയാണെങ്കിൽ ഈ സീസണിൽ ഞാൻ ഒരുപാട് പ്രോഗ്രാം തരും. 100 പരിപാടി വരെ തരും. ചേട്ടാ എന്തോ സീസൺ പരിപാടി എന്തൊക്കെയായി പറയുന്നത്? സംഭവം വേറെ ഒന്നുമല്ല, ഞാനൊരു 18 വയസ്സുകൊണ്ട് ഈ പ്രോഗ്രാം ഏജൻസി ഫീൽഡിലായിരുന്നേ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ഇമാതിരി വാക്കുകൾ ഒരു ക്ഷമിക്കണം. സോറി പ്ലീസ്. അതായിരുന്നോ? അതെ, ഒരു 2 മിനിറ്റ് ഒന്ന് കൂളായ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ടെൻഷൻ ഒന്നും അടിക്കണ്ട. പിന്നെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, ഇതൊക്കെ ചേട്ടൻ നടത്തിയ പ്രോഗ്രാം? ഇതെല്ലാം ഞാൻ കൊടുത്ത പ്രോഗ്രാമുകളാണ്. ചെയ്യുന്നുണ്ടോ ഒരു 100-150 പ്രോഗ്രാം ഒരു സീസണിൽ കിട്ടും. അതെല്ലേ? ഈ സെലിബ്രിറ്റീസിനെ വെച്ചിട്ടുള്ള ഷോസ്? സെലിബ്രിറ്റീസുകളെ വെച്ചില്ലേ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ഞാൻ ചെയ്യുന്നത്. ആണോ? ഇപ്പൊ ആരുടെ പ്രോഗ്രാം ഒക്കെ ഉണ്ട്? ഇപ്പൊ എന്ന് പറഞ്ഞാൽ വെറൈറ്റി പരിപാടി കുട്ടിയകലിന്റെയാണ്. ഹൊറർ ഷോ. ഹൊറർ ഷോയോ? ഈ ഹ്യൂമർ ഷോ എന്ന് പറഞ്ഞാണ് ഇവർ തുടങ്ങുന്നത്. അവസാനം ഹൊറർ ആവും. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം പോസ്റ്ററിലൊന്ന് മാറ്റി പോയി ഹൊറർ ഷോ എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറഞ്ഞു. അപ്പൊ ചിലപ്പോ അവസാനം ഹ്യൂമർ ഷോ ആയാലും. പേരാരുടെ ഉണ്ട്? പിന്നെ ആലീസിനെ വെച്ചിട്ടൊരു നൃത്ത നാടകം ഉണ്ട് കേട്ടോ. ആണോ? ബാലെ പോലെ? അതെ. അതെന്തുവാ? ക്യൂട്ട്നെസ്സും മേക്കപ്പും പിന്നെ ഞാനും. പിന്നെ നമ്മുടെ ശ്രീവിദ്യയുടെ കഥാപ്രസംഗം ഉണ്ട്. കഥ എന്താ? ഒരു കഥയില്ലാത്ത കൊച്ച. അതല്ല ഞാൻ ചോദിച്ചത്, കഥാപ്രസംഗത്തിന്റെ കഥ എന്താ? 101 മണ്ടത്തരങ്ങൾ. വേറെ നമ്മുടെ പിന്നെ നമ്മുടെ അഖിൽ കവലൂരിന്റെ MG ലാൽ ഷോ ഉണ്ട്. 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ MG ലാൽ ഷോയോ? MG ലാൽ ഷോന്റെ ക്യാപ്ഷൻ തന്നെ MG ലാൽ ഷോ വീതിയിലും വണ്ണത്തിലും. അത് അടിപൊളി. പിന്നെ നമ്മുടെ ഡയാന കൊച്ചി. ഡയാനയാണ് ഈ പ്രാവശ്യം വെറൈറ്റി പരിപാടി എന്ന് പറഞ്ഞത്. പിന്നെ ഡയാനെ വെച്ച് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ? വലിയ പാടാ. ഇന്ന് ഇവിടെ ആണെങ്കിൽ നാളെ ദുബായിലായിരിക്കും, മറ്റന്നാ ഇംഗ്ലണ്ടിലായിരിക്കും, അന്ന് വൈകിട്ട് വെണ്ണലേക്കനാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പ്രോഗ്രാം കൊടുക്കുമ്പോ പിന്നെ നമ്മളൊരു കാര്യം, നമ്മൾ പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ ജീവനുണ്ടെങ്കിൽ അന്റാർട്ടിക്കയിലാണെങ്കിലും വന്നിരിക്കും. അതിന് ചിലപ്പോ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഒരുപാട് EMI ഒക്കെ അടയ്ക്കാറുണ്ട്. അതുകൊണ്ട് ഓടി നടന്നേ പറ്റുള്ളൂ. പിന്നെ വേറെ ഈ സീസണിൽ ഞാൻ കൊടുക്കുന്ന വെറൈറ്റി പരിപാടി എന്ന് പറഞ്ഞാൽ എലീനയുടെ റോപ്പ് ഡാൻസ്. അതായത് മുമ്പ് എയറിലൊക്കെ പോകുമായിരുന്നു, ഇപ്പൊ നിലത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് ഒരു ആഗ്രഹം എയറിൽ കിടന്നൊരു പരിപാടി നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ റോപ്പ് ഡാൻസ് ചെയ്യുവാണ്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടാ, ഈ ഓഡിയൻസ് വരുന്നത് നോക്കി ഇന്ന പ്രോഗ്രാം വൈകും. നമുക്ക് ഭക്തിയാനോട്ട് തുടങ്ങിയാലാ? എന്നാ ഈ പാല് കുടി. അയ്യോ, എന്തോ പറ്റി പെട്ടെന്നൊരു തുമ്മല്? ഗാനമേള തുടങ്ങി. അപ്പൊ തന്തയ്ക്ക് വിളിയും തുടങ്ങി. ഗാനമേള പൊളിഞ്ഞ്
സത്യം. നാരായണേട്ടാ പറയട്ടാ. മഹേഷേ, ഓ, എന്ത് പരിപാടി നീ ഞങ്ങൾക്ക് തന്നത്? ഗാനമേള അത് പൊളിഞ്ഞാ? പൊളിഞ്ഞെന്ന്. ട്രാക്ക് ഒരു വഴിക്ക് പോയി, പാട്ട് വേറൊരു വഴിക്ക് പോയി, പാട്ടുകാരൻ മറ്റൊരു വഴിക്ക് പോയി, കമ്മിറ്റിക്കാർ വേറൊരു വഴിക്ക് പോയി. അല്ല ചേട്ടാ, ഞാൻ പോയി കണ്ടിട്ട് നല്ലതായോണ്ടാണ് ചേട്ടാ പ്രോഗ്രാം ഞാൻ അവിടെ തന്നത്. അതുകൊണ്ടാ. അല്ല, ആദ്യത്തെ പാട്ട് കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ പാട്ട് പാടാൻ കയറി ബിജു ചക്കുവള്ളി. ബിജു ചക്കുവള്ളിയാ? അവൻ കേറിയത് മൊത്തം കൊളാക്കി കളഞ്ഞില്ലേ? അയ്യോ, ബിജു ചക്കുവള്ളിന്ന് നമ്മളെ പരിപാടിയിൽ ഇല്ല കേട്ടോ. ഞാൻ രവിചേട്ടൻ ഒന്ന് വിളിക്കട്ടെ, ഞാൻ ഇപ്പൊ വിളിക്കാം അങ്ങോട്ട്. എന്താ ഏട്ടാ പ്രശ്നം? നമ്മൾ കൊടുത്ത ആദ്യത്തെ പരിപാടി ഇല്ലേ, അത് പൊളിഞ്ഞ്. അയ്യോ, കുഞ്ഞ് കിടന്നോട്ടെ, ഇത് സമയം എടുക്കും. ഹലോ രവി അണ്ണാ, കുതിരപ്പുറത്ത് പോണ അണ്ണാ? അല്ല, ഓടുന്നത്. അണ്ണാ ഈ ബിജു ചക്കുവള്ളി എങ്ങനെയാ നമ്മളെ പരിപാടിക്ക് വന്നത്? ബിജു ചക്കുവള്ളി മാറട്ടെ. ബിജു ചക്കുവള്ളി എങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാല് സുരേഷ് കല്യാണിയാണ് നാം പാടുന്നത്. സുരേഷ് കല്യാണിക്ക് സിനിമയെ പാട്ട് പാടാൻ അവസരം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് കല്യാണി വന്നില്ല. അപ്പൊ ഞാൻ ബിജു ചക്കുവള്ളി അടുത്ത് പറഞ്ഞ് ഒരു ഗസ്റ്റിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പം ഗസ്റ്റ് ഇല്ലാതെ ബിജു ചക്കുവള്ളി സ്റ്റേജിന്റെ ഫ്രണ്ട് വന്ന് നിൽക്കുന്നു. അവൻ പറയുന്നത് അവൻ കയറി പാടിക്കോളാന്ന്. അവൻ ആരെങ്കിലും സ്റ്റേജിനകത്ത് കേറ്റുവോ? ഞാൻ പറഞ്ഞ് അവ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേജിൽ കയറി പാട്ട് പാടിയതാണ് ഇത്രയും വിഷയം ഉണ്ടായത്. ആണാ? ആകെ പ്രശ്നമായല്ലോ. ഇപ്പൊ എന്തോ ചെയ്യും? ബിജു ചക്കുവള്ളി എവിടെ? ബിജു ചക്കുവള്ളി കമ്മിറ്റിക്കാർ ഓടിച്ചോണ്ട് പോയിട്ടുണ്ട്. ആണോ? നിങ്ങൾ എവിടെ നിൽക്കുന്നേ? ഞാൻ നോക്കട്ടെ. നാഗർകോവിലാ? ആലപ്പുഴ പരിപാടി നടന്ന നിങ്ങൾ നാഗർകോവിൽ എങ്ങനെ എത്തിയെന്നാ? തമിഴ്നാട്ടിൽ കിട്ടണ ബസ് കയറി വേണം. എനിക്കറിയാൻ വയ്യ. ചേട്ടാ, അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മളെ പരിപാടിയിൽ ഒരുത്തൻ എന്തോ വേറെ പ്രോഗ്രാം കിട്ടിയോണ്ട് വേറൊരുത്തൻ വന്ന് കാണാൻ വന്നിട്ട് അവൻ കയറി ഒരു പാട്ട് പാടി. അതെ, നമുക്ക് പാല് കുടിക്കാം. പാല് കുടിക്കണമെന്നല്ല ഇപ്പൊ നടക്കാൻ പോണ. ഞാൻ ഒന്നും നടക്കത്തില്ല, അതുകൊണ്ടാ. എന്തേ? അല്ല, ഇത് പ്രശ്നമാണ്, അതുകൊണ്ടാ. അല്ലേ പാല് കുടിക്കാം അല്ലേ? ഇത് പിടിച്ചാണ് ആരീ സമയത്ത് തുറന്നു. ഗംഗേ 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 ഗംഗേ. എടാ ബിജു ചക്കുവള്ളി, നീ എന്താണ് എന്റെ സ്റ്റേജ് കയറി പാട്ട് പാടാൻ പോയത്? അത് പാട്ട് പാടിയത് നല്ല തെറ്റാണ്. നല്ല പാട്ടാണ് പാടിയത്. എടാ, നിന്നെ ആരെങ്കിലും പരിപാടിക്ക് വിളിച്ചായിരുന്നാ? അടിക്ക് വിളിച്ചില്ല, അല്ലെ ഞാൻ കയറി പോയത്. എന്ത് ചെയ്യും? എടാ, പരിപാടി കാണാൻ വന്ന മര്യാദയ്ക്ക് പരിപാടി. എന്നിട്ട് നീ ഇങ്ങോട്ട് ഓടി വന്നത് എന്തിന്? ഇങ്ങോട്ട് ഓടി വന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വഴി അറിയാവൂ, എനിക്ക് വേറെ റൂട്ടൊന്നും അറിഞ്ഞൂടാ. ആണോ? ഞാൻ സ്നേഹത്തോടെ നിന്നോട് ഒരു കാര്യം ചോദിക്കാം. എന്താണ് സംഭവിച്ചത്? അത് പറ. സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മറ്റിക്കാര് അലമ്പാണ്. ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി ചെന്നിരുന്നപ്പോ അവര് പറയുന്നത് ഭജന വെച്ചാ മതിയായിരുന്നു, ഭജന വെച്ചാ മതിയായിരുന്നു. ഗാനമേളയല്ലേ ബുക്ക് ചെയ്തത്. ഞാൻ വിടൂ, സ്റ്റേജിൽ കയറി സർപ്രൈസ് കാണിച്ചു കൊടുത്തു. സർപ്രൈസാ? ഓ, ഞാൻ മണിച്ചേന്റെ പാട്ടല്ലേ പാടുന്നത്. ഞാൻ ഭജന മിക്സ് ചെയ്തങ്ങ് പാടി. മണിച്ചേട്ടന്റെ പാട്ട് എങ്ങനെയാ ഭജന കണക്ക് പാടുന്നത്? പാടിത്തരാം. 1 2 3 4. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട, ഓമനപ്പുമുഖം പാടിടേണ്ട, ഓമനപ്പുമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ട് തോരുമ്മ നൽകാം. ടെമ്പളലി കോവിലാടും പീലി കവടി, കൈ കുമ്മിയടി ചാടാൻ വന്നു വേലവൻ, മന്ദഹാസമോടെ നെയ്മോദകത്തെ തേടി തുമ്പിതുള്ളി കളിയാടും കൈലാസബാലൻ. ഇതല്ലേ ഈ പാട്ട്? എടാ, നീ വെള്ളം അടിച്ചിട്ടുണ്ടോടാ? കുറച്ചാ? എടാ, നീ മദ്യപിക്കുന്ന പരിപാടി ഇല്ലായിരുന്നല്ലേ? ഇടയ്ക്കടിക്കും. ഇടയ്ക്കാ? ഇടയ്ക്കിടയ്ക്കടിക്കും. ഇടയ്ക്കിടയ്ക്കാ? ഇടയ്ക്കിടയ്ക്കടിക്കും. ഇടയ്ക്കൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്കടിക്കും. എന്റെ ഭഗവാൻ. എടാ, നീ ഒരു കാര്യം മനസ്സിലാ, കമ്മിറ്റിക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. അവന്മാരെ നിന്നെ കിട്ടുമെങ്കിൽ ഇന്ന് തീർക്കും. ഈ പാട്ട് പാടിയല്ല എന്നെ വെളിയിലാക്കിയത്. വേറെ പാട്ട് പാടിയപ്പാണ് എന്നെ പുറത്താക്കിയത്. ഏത് പാട്ടാ വേറെ? അതെന്ന് വെച്ചാൽ മറ്റേ ജയറാമേട്ടന്റെ സിനിമയിലെ നായിക ഇല്ലേ, നായിക കസ്തൂരി മണക്കുന്നല്ലോ എന്ന പാട്ടാണ് ഞാൻ പാടിയത്. അല്ല, അത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ ഫുഡ് കഴിച്ചപ്പോഴേ വയറിനെന്തോ പറ്റി. പക്ഷെ ഞാൻ കയറി പാടാൻ വേണ്ടി കയറി നിന്ന് എന്താ മ്യൂസിക് ഇങ്ങ് തുടങ്ങി. വയറിന് പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ പാട്ട് പാടി ചെറിയൊരു അക്ഷരപ്പെശക് വന്നുപോയി. എന്തോ അക്ഷരപ്പെശക്? കസ്തൂരി മണക്കുന്നല്ലോ എന്നാണ് പാടേണ്ടത്. കസ്തൂരി മണക്കുന്നല്ലോ നായി.
എടാ എന്തിനാ നീ ഇങ്ങനെയൊക്കെ Tendency കിടക്കല്ലേ, അത്. എന്ത് ചെയ്യും? ആ കമ്മറ്റിക്കാർ നിന്നെ കിട്ടിയ തിന്നു ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ പറയാം. അതൊരു കാര്യം ചെയ്യാം. ഞാൻ ഒരിടത്തും പോകുന്നില്ല, ഞാൻ ഇവിടെ കയറി കിടക്കാം. നമ്മുടെ ആദ്യ രാത്രിയാണ്. 3 കിടക്കാം. അല്ല ഒരു കാര്യം ചെയ്യും, ചേച്ചി വെളിപ്പിക്കട, ഞങ്ങൾ ഇവിടെ കിടക്കാം. ഇല്ല വേറെ കാര്യം ചെയ്യും, ചേച്ചി തറ കിടക്കാം, നമ്മൾ കിടക്കാം. അയ്യോ കട്ടില്ല. ഇറങ്ങിപ്പോടാ. ഇല്ല ഇല്ല ഞാൻ പോകില്ല. ഇറങ്ങിപ്പോ മര്യാദ ഇറങ്ങിപ്പോ. കമ്മറ്റിക്കാരി കമ്മറ്റിക്കാരൻ ആരാണ് എവിടെ? ഞാൻ ഇവിടെ വിളിക്കാം. എവിടെ? ഞാൻ ഇവിടെ വിളിക്കാം. ആ, ഇതൊക്കെ ആര്? മഹേഷേ, എന്ത് പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത്? ചേട്ടാ സംഭവിച്ചെന്താ? അല്ലല്ല, എനിക്ക് വേറെ ഏജൻസികൾ ഇല്ലാണ്ടല്ല ബുക്ക് ചെയ്യാൻ. ചേട്ടാ. മനസ്സിലായില്ലേ? ചേട്ടാ വർഷങ്ങളായിട്ട് നിങ്ങളെ പ്രോഗ്രാം ഞാനാണല്ലോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ചേട്ടാ കേക്ക്. അതായത് മെയിനായിട്ട് പാടാൻ വരുന്നവന് സിനിമയിലാകേണ്ട ഒരു പാട്ട് പാടാനായിട്ട് പോയപ്പോൾ പകരം ആ ബിജു ചക്കുവള്ളി കാണാൻ വന്നതാണ്. അവൻ കയറി പാടിയതാണ്. പ്ലീസ് പ്ലീസ്. 2 കരക്കാർ നടത്ത പരിപാടി അത്. മനസ്സിലായി. നമുക്ക് ഉള്ള ചീത്ത മുഴുവൻ കിട്ടി. ഞാനൊരു കാര്യം ചെയ്യാം. നാളെ ഉത്സവം നടക്കുമല്ലോ. അപ്പൊ ഈ അതേ റേറ്റിന് ഞാൻ വേറെ നല്ലൊരു പരിപാടി നാളെ അറേഞ്ച് ചെയ്തു തരാം. അത് വേണ്ട. നീ വിളിച്ച അവനെ കിട്ടുന്നത്, അവന് കിട്ടിയിട്ട് നമ്മൾ പോകുള്ളൂ. അവിടെ ആരാ? ചക്കുവള്ളി. അവനെ വിളിക്കുക, അവൻ കിട്ടിയിട്ട് നമ്മൾ പോകുള്ളൂ. അല്ല പിന്നെ എന്റെ ആദ്യ രാത്രിയാണ് ചേട്ടാ. പ്ലീസ് ചേട്ടാ മനസ്സിലാക്കണം. എന്റെ ആദ്യ രാത്രിയാണ് ചേട്ടാ. അത് പറ്റില്ല. അവനെ കിട്ടി, നീ വിളിക്കവനെ. അവൻ വരട്ടെ. നിന്റെ കയ്യിൽ അവന്റെ നമ്പർ ഇല്ലേ? നാരായണ നമുക്ക് സംസാരിക്കാമല്ലോ. ഒന്ന് മനസ്സിലാക്കണം പ്ലീസ്. ചേട്ടാ ഇതാ, നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും മര്യാദയുണ്ടോ? ഉണ്ടാ? ഇന്ന് ഈ മനുഷ്യന്റെ കല്യാണം കഴിഞ്ഞ ദിവസമാണ്. ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയാണ്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. ഇതിനകത്ത് കയറി വന്നിട്ടാണ് നിങ്ങളുടെ ഈ പ്രഹസനം മുഴുവനും കാണിക്കേണ്ടത്. അങ്ങനെ പരിപാടി ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പരിപാടി കൊളവാക്കിയത് അങ്ങനെയല്ലല്ലോ. അത് അവതരിപ്പിക്കാൻ വന്നവരല്ലേ. അപ്പൊ അവരോട് പോയി ചോദിക്കണം. അല്ല പെങ്ങളെ, ഞാൻ ആദ്യ രാത്രി കൊളാക്കാൻ വന്നതല്ല. പിന്നെ ഇതിനകത്ത് കയറി ഇവിടെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞ അത് ഈ നാട്ടുകാരെ ഇന്ന് പിരിവെടുത്തിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി വെച്ചത്. അപ്പൊ നമുക്ക് പിന്നെ നമ്മളാകെ നാട്ടുകാരുടെ മുമ്പിൽ നാറിപ്പോയില്ലേ. അതുകൊണ്ട് തന്നെ ആ ചക്കുവളി നാറിനെ കിട്ടാണ്ട് നമ്മൾ പോവില്ല കേട്ടാ. ചേട്ടാ ഞാൻ അത് മനസ്സിലാക്കി തരാം നീക്ക്. വേടാ. ചെയ്യാന്ന് അറിയോ? എവിടെ ആ കിടന്ന് പുഴു അടിക്കുന്നു. ആ കമ്മറ്റിക്കാരെ പറഞ്ഞിട്ട് പോയി നീ കേട്ടാ. താങ്ക് യു. ഒരുപാട് നന്ദി. പിടിച്ചു കൊടുക്കാത്ത എടാ നാട്ടുകാരെ പിരിവെടുത്താണ് ഒരു അമ്പലത്തിലോ പള്ളിയിലോ ഒരു പ്രോഗ്രാം വയ്ക്കുന്നത്. നീ മനസ്സിലാക്കണം. അവരുടെ ആഘോഷത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ കയ്യിലുള്ള പൈസക്ക് നമ്മളൊരു നല്ല പ്രോഗ്രാം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഏജൻസിക്കാരൻ്റെ അടുത്ത് വരുന്നത്. അപ്പം നമ്മൾ നിങ്ങളെയൊക്കെ വിശ്വസിച്ചൊരു നല്ല പ്രോഗ്രാം കൊടുക്കും. അപ്പം നീയൊക്കെ അവിടെ കള്ളും കുടിച്ച് എന്നിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നതേ ശരിയാണോ? നീ ഒന്ന് ആലോചിച്ച് നോക്കും. എടാ ഒന്നാമതേ സ്റ്റേജ് പ്രോഗ്രാമൊന്നും ഇല്ല. കുറച്ച് പ്രോഗ്രാമുണ്ട്. അത് നന്നായിട്ട് പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ചെയ്യും. ഇല്ലെങ്കിൽ എന്തിനാ പോണത്? വേണ്ടാന്ന് വയ്ക്കണം. വേറെ ജോലിക്കൊന്നും പോകാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല, നമുക്ക് ഈ കലയും കലാകാരന്മാരോടൊക്കെ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നത്. നിനക്കൊരു കാര്യം അറിയാവോ? നീയൊക്കെ ഈ പ്രോഗ്രാം ചെയ്യുമ്പം ഞാനൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമല്ല, ഉറക്കം ഇല്ലാണ്ടിരിക്കുക എന്തായെന്നറിയാനായിട്ട്. അപ്പം ഞങ്ങളെ ഉറക്കം ഒഴിച്ചില്ലായത്. അത് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് നന്നായിട്ട് പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം പോയി ചെയ്യണടാ. എന്തിനടാ ഈ ഫീൽഡിനെ നശിപ്പിക്കുന്നത്? എന്നാ ഞാൻ ഒരു കാര്യം ചെയ്താലേ, വെള്ളമൊന്നും അടിക്കാതെ നേരെ സ്റ്റേജിൽ പോയിട്ട് കസ്തൂരി മണക്കുന്നല്ലോ എന്നുള്ള പാട്ട് നേരെ അങ്ങ് പാടിയാല. എടാ ഞാൻ നിന്നോട് സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടാ. നീ പാടാതിരുന്നാൽ നിനക്ക് മാത്രമേ നഷ്ടം വരുന്നുള്ളൂ. പക്ഷെ നീ പാടിയാൽ ഈ നാട്ടിലെ മുഴുവൻ കലാകാരന്മാർക്കും നഷ്ടം വരും. ഓർത്താ നല്ലത്. കോമഡി